അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഇന്നത്തെ പാഠം ദി പാരറ്റ് ഹൂ വുഡിൻറ്റ് ടോക്ക്. സംസാരിക്കാത്ത തത്ത. പാരറ്റ് തത്ത അല്ലേ? നോക്കിയോ. ഡു യു ഹാവ് എ പെറ്റ്? അറ്റ് സം പോയിന്റ് ഓഫ് ടൈം വി ഹാവ് ഓൾ ഹാഡ് എ പെറ്റ് ഓർ വാണ്ടഡ് ഓൺ. ഹാവിങ് എ പെറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫൺ. എ പെറ്റ് നീഡ്സ് പ്രോപ്പർ കെയർ ആൻഡ് അറ്റൻഷൻ. ഇഫ് ഇറ്റ് ഹാസ് ടു ബി ട്രെയിൻഡ് there is a way of doing it. In this story, which is written in the first person, the author and decides to keep a parrot as a pet. She also decides to teach it how to talk. How successful is she in her efforts? Read this humorous story by the well-known author Ruskin Bond to find out. Do you have a pet? നിനക്ക് വളർത്തുമൃഗമുണ്ടോ? പെറ്റ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനം, അതാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. പെറ്റ് ഇഷ്ടഭോജനം. ഇവിടെ ഉദ്ദേശം വളർത്തുമൃഗം. അറ്റ് സം പോയിന്റ് ഓഫ് ടൈം, പ്രത്യേകമായൊരു കാലത്ത്, വി ഹാവ് ഓൾ ഹാഡ് എ പെറ്റ് ഓർ വാണ്ടഡ് ഓൺ, നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു വളർത്തുമൃഗം അല്ലെങ്കിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സാധനം എന്തെങ്കിലുമായിട്ട് ഉണ്ടാവുമായിരുന്നു. ഹാവിങ് എ പെറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫൺ. ഒരു പെറ്റ് ഉണ്ടാവുക എന്നുള്ളത് ഈസ് നോട്ട് ജസ്റ്റ് ഫൺ, അത് വെറും ഒരു തമാശ മാത്രമല്ല. എ പെറ്റ് നീഡ്സ് പ്രോപ്പർ കെയർ ആൻഡ് അറ്റൻഷൻ. എ പെറ്റ്, ഈ ഒരു ഇങ്ങനെയുള്ള നമ്മുടെ ഇഷ്ടഭാജനങ്ങൾ അല്ലെങ്കിൽ ഈ വളർത്തുമൃഗങ്ങൾ നീഡ്സ്, അതിനാവശ്യമാണ് പ്രോപ്പർ കെയർ, പ്രത്യേകമായ കൃത്യമായ ശ്രദ്ധ വേണം. ആൻഡ് അറ്റൻഷൻ, കെയർ ആൻഡ് അറ്റൻഷൻ സെയിം മീനിങ്, ശ്രദ്ധ. ഇഫ് ഇറ്റ് ഹാസ് ടു ബി ട്രെയിൻഡ്, അതിന് പരിശീലനം നൽകപ്പെടണമെങ്കിൽ ദർ ഇസ് എ വേ ഓഫ് ഡൂയിങ് ഇറ്റ്, അത് ചെയ്യാൻ പ്രത്യേകമായൊരു വഴിയുണ്ട്. ഇൻ ദിസ് സ്റ്റോറി, ഈ കഥയിൽ, വിച്ച് ഈസ് റിട്ടൺ ഇൻ ദി ഫസ്റ്റ് പേഴ്സൺ, ഏത് കഥയാണ് ഈ കഥയുടെ രീതി എങ്ങനെയാണ്? വിച്ച് ഈസ് റിട്ടൺ, അത് എഴുതപ്പെട്ടിരിക്കുന്നു ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ രീതിയിൽ. ഫസ്റ്റ് പേഴ്സൺ പറഞ്ഞെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ പഠിച്ചിട്ടുണ്ടാവും. നമ്മളെ അറബിയിൽ പറഞ്ഞാൽ ലമീർ മുത്തക്കല്ലിം എന്ന് പറയും. ഐ അല്ലെങ്കിൽ വി ഇട്ടിട്ട് ഉള്ള കഥ. അപ്പോൾ ഇതിൽ ഐ എന്നിട്ടിട്ടാണ് ഇങ്ങനെ ഈ ഓദറിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ രീതിയിൽ എഴുതപ്പെട്ട ഈ കഥയിൽ ദി ഓദേഴ്സ് ഓൺ ഡിസൈഡ്സ്, നമ്മളെ ഈ കഥാകാരൻ്റെ ഓദർ, സൃഷ്ടാവ്, ഈ കഥ ഉണ്ടാക്കിയ ആൾ, ഓദേഴ്സ് ഓണ്ട്, അദ്ദേഹത്തിൻ്റെ അമ്മായി, ഡിസൈഡ്സ് തീരുമാനിക്കുന്നു, ടു കീപ്പ് എ പാരറ്റ്, ഒരു തത്തയെ സൂക്ഷിക്കാൻ, ആസ് എ പെറ്റ്, അയാളുടെ വളർത്തുമൃഗമായിട്ട്. ഷീ ആൾസോ ഡിസൈഡ്സ് ടു ടീച്ച് ഇറ്റ് ഹൗ ടു ടോക്ക്, അവൾ എന്തും തീരുമാനിക്കുന്നു, ഡിസൈഡ് തീരുമാനിക്കുക, ടു ടീച്ച് അതിനെ പഠിപ്പിക്കാൻ, ടീച്ച് പഠിപ്പിക്കുക, പാസ്റ്റ് ടോട്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൾസോ ടോട്ട്. ഹൗ ടു ടോക്ക്, എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഹൗ സക്സസ്ഫുൾ ഈസ് ഷീ ഇൻ ഹെർ എഫേർട്സ്, അവളുടെ ശ്രമങ്ങളിൽ അവൾ എത്രമാത്രം വിജയിക്കുന്നു. സക്സസ്ഫുൾ, വിജയിക്കുക. എഫേർട്ട്, പരിശ്രമം. റീഡ് ദിസ് ഹ്യൂമറസ് ഫണ്ണി സ്റ്റോറി, ഈ ഒരു നർമ്മഭേദകമായ ഈ ഒരു കഥ വായിക്കുക. ആരെഴുതിയ? ബൈ ദ വെൽ നോൺ ഓദർ, വളരെ വെൽ നോൺ ഫേമസ് പ്രശസ്തനായ ഓദർ, കഥാകാരനായ റസ്കിൻ ബോണ്ട് എഴുതിയ ഈ കഥ ഒന്ന് വായിക്കൂ. ടു ഫൈൻഡ് ഔട്ട്, കണ്ടെത്താൻ വേണ്ടി. ഓക്കെ. ഹ്യൂമറസ് ആണെങ്കിൽ ഫണ്ണി, ഹാസ്യരൂപേണയുള്ള. നോക്കിയോ, ശ്രദ്ധിക്കണം. യു ആർ നോ ബ്യൂട്ടി, കാൺറ്റ് ടോക്ക്, കാൺറ്റ് സിംഗ്, കാൺറ്റ് ഡാൻസ്. വിത്ത് ദീസ് വേർഡ്സ് ഓൺ റൂബി വുഡ് taunt the unfortunate parakeet, who glared morosely at everyone from his ornamental cage at one end of the long veranda of Granny's bungalow in North India. In those distant days, almost everyone, Indian or European, kept a pet parrot or parakeet or lovebird, as some of the small ones were called. Sometimes these birds became great talkers, or rather mimics, and would learn to recite entire mantras, religious chants, or admonitions to the children of the house, such as "Pado beta pado," study child study, or for the benefit of boys like me, don't be greedy. These expressions were of course picked by the parrot over a period of time, after many repetitions by some member of the household who had taken the task of teaching the bird to talk. Okay. യു ആർ നോ ബ്യൂട്ടി, കാൺ ടോക്ക്, നിനക്കൊരു ഭംഗിയുമില്ല, സംസാരിക്കാനും പറ്റുന്നില്ല. കാൺ സിംഗ്, കാൺ ഡാൻസ്, നൃത്തം ചെയ്യാനോ പാട്ട് പാടാനോ ഒന്നും പറ്റുന്നില്ല. വിത്ത് ദീസ് വേർഡ്സ്, ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട്, ഓൺ റൂബി വുഡ് ടോണ്ട്, നമ്മളെ ഓദറിൻ്റെ ആണ്ടായ റൂബി എന്താക്കുമായിരുന്നു? വുഡ് ടോണ്ടിന് കുത്തുവാക്ക് പറയുക, TAUNT, കുത്തുവാക്ക് പറയുക. ദി അൺഫോർച്ചുനേറ്റ് പാരക്കിറ്റ്, ആ നിർഭാഗ്യവതിയായ, ഭാഗ്യമില്ലാതെ ആ ഒരു തത്തക്കുഞ്ഞിയെ. പാരക്കിറ്റ് ആണെങ്കിൽ തത്ത അല്ല, ഒരിനം തത്തയാണ്, വേറൊരു
തത്തവർഗത്തിൽപ്പെട്ട ഒരു പക്ഷി, പാരക്കിറ്റ്, ചെറിയ പക്ഷി. ഹൂ ഗ്ലാഡ് മൊറോസ്ലി, ഈ തത്ത എന്താകും? ഗ്ലാർ ആണെങ്കിൽ നോക്കുക, മൊറോസ്ലി നീരസത്തോടെ നോക്കും, മൊറോസ്ലി നീരസം, അറ്റ് എവ്രി വൺ എല്ലാവരിലേക്കും, ഫ്രം ഹിസ് ഓർണമെൻ്റൽ കേജ് അവളുടെ അലങ്കാരത്തോടെയുള്ള ആ കൂട്ടിൽ നിന്ന്, ഓർണമെൻ്റൽ അലങ്കരിച്ച, അറ്റ് ഓൺ എൻഡ് ഓഫ് ദി ലോങ് വരാന്ത വലിയ വരാന്തയുടെ ഒരു മൂലക്ക് നിന്നുകൊണ്ട്, ഓഫ് ഗ്രാനീസ് ബംഗ്ലാ അവരുടെ ഗ്രാനിയുടെ ഗ്രാൻഡ് മദറിൻ്റെ ബംഗ്ലാവിലുള്ള, ഇൻ നോർത്ത് ഇന്ത്യ ഇവിടെ ഉത്തരേന്ത്യയിലുള്ള ഗ്രാൻഡ്മയുടെ വീട്ടിൻ്റെ വരാന്തയുടെ മൂലയിലുള്ള കൂട്ടിലാണ് ആരുള്ളത്? നമ്മുടെ തത്ത പാരക്കീറ്റ് ഉള്ളത്. ഇൻ ദോസ് ഡിസ്റ്റൻറ്റ് ഡേയ്സ് ആ പണ്ട് കാലത്ത്, ഓൾമോസ്റ്റ് എവ്രി വൺ ഇന്ത്യൻ ഓർ യൂറോപ്യൻ എല്ലാവരും, ഏറെക്കുറെ എല്ലാവരും, ഇന്ത്യക്കാരാകട്ടെ യൂറോപ്യൻ ആവട്ടെ, കെപ്റ്റ് എ പെറ്റ് പാരറ്റ് ഓർ പാരക്കിറ്റ് ഒരു തത്തയോ അല്ലെങ്കിൽ പാരക്കിറ്റിനെയോ സൂക്ഷിക്കുമായിരുന്നു. കീപ്പ് പാസ്റ്റ് കെപ്റ്റ്. ഓർ ലവ് ബേർഡ് അല്ലെങ്കിൽ ലവ് ബേർഡിനെ, ഒന്നെങ്കിൽ പാരക്കിറ്റ് അല്ലെങ്കിൽ പാരറ്റ് അല്ലെങ്കിൽ ലവ് ബേർഡ്. ആസ് സം ഓഫ് ദി സ്മോളർ ഓൺസ് വെർ കോൾഡ്. ലവ് ബേർഡ് ആണെങ്കിൽ എന്ത്? ചെറിയ ഇനം പക്ഷികൾക്ക് വിളിക്കപ്പെടുന്ന പേരാണ് ലവ് ബേർഡ്. അപ്പോൾ അതിനെ പെറ്റായിട്ട് സ്വീകരിക്കുന്നത് ഒരു സാധാരണയായിരുന്നു അന്നത്തെ കാലത്ത്. സംടൈംസ് ചിലപ്പോൾ ദീസ് ബേർഡ്സ് ബിക്കം ഗ്രേറ്റ് ടോക്കേഴ്സ് ഈ പക്ഷികൾ വലിയ സംസാരപ്രിയരായി മാറും. ഓർ റേദർ മിമിക്സ് അല്ലെങ്കിൽ വലിയ മിമിക്രിക്കാരായി മാറും, ശബ്ദം അനുകരിക്കുന്നവരായി മാറും. ആൻഡ് വുഡ് ലേൺ ടു റിസൈറ്റ് എൻഡർ മന്ത്രാസ്. ആൻഡ് വുഡ് ലേൺ അവ പഠിക്കും, ലേൺ പഠിക്കുക, ടു റിസൈറ്റ് പാരായണം ചെയ്യുക, ഓതുക, വായിക്കുക. എൻഡർ മന്ത്രാസ് എല്ലാ മന്ത്രങ്ങളും, മന്ത്രങ്ങൾ തന്നെ. എൻഡർ പറഞ്ഞാൽ മുഴുവൻ, വോൾ. മന്ത്രാസ് പറഞ്ഞെങ്കിൽ റിലീജിയസ് ചാൻസ് മതകീയമായ മന്ത്രങ്ങൾ, ചാൻഡ് മന്ത്രങ്ങൾ തന്നെ. ഓർ അഡ്മോണിഷൻസ് ടു ദി ചിൽഡ്രൻ അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ശകാരം പറയാനും ഇവർ പഠിക്കും. അഡ്മോണിഷൻസ് പറഞ്ഞെങ്കിൽ ശകാരം. ഓഫ് ദി ഹൗസ് വീട്ടിലുള്ള കുട്ടികളെ ശകാരിക്കാനും ആര് പഠിക്കും? തത്തകൾ പഠിക്കും. സച്ചസ് ഏതുപോലെ? പടോ ബേട്ട പടോ, പടോ ബേട്ട പടോ എന്ന് പറയും. കുട്ടികളെ പഠിക്കൂ, സ്റ്റഡി ചൈൽഡ് സ്റ്റഡി, അങ്ങനെ തത്തകളെ പറഞ്ഞ് പരിശീലിപ്പിക്കും. അപ്പോൾ കുട്ടികളെ നോക്കി ഇതിങ്ങനെ പറയും. ഓർ ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി ബോയ്സ് ലൈക്ക് മീ അല്ലെങ്കിൽ എന്നെ പോലത്തെ കുട്ടികളുടെ ലാഭത്തിന് വേണ്ടി എന്തെങ്കിലും തത്ത പറയും. ബെനിഫിറ്റ്, ലാഭം. ഡോണ്ട് ബി ഗ്രീഡി എന്ത് പറയും? അത്രയൊന്നും ആർത്തി ആവരുത്, ഓക്കെ, ആർത്തി പാടില്ല എന്ന് പറയും. ഗ്രീഡി ആർത്തി, ഗ്രീഡറിനെങ്കിൽ ആർത്തി, ഗ്രീഡി ആർത്തിയുള്ളവൻ. These expressions were of course picked by the parrot over a period of time. These expressions, ഈ പ്രകടനങ്ങൾ ഏതെല്ലാം? ഈ പടോ ബേട്ട പടോ അല്ലെങ്കിൽ ഡോണ്ട് ബി ഗ്രേഡി അങ്ങനെയുള്ള ഈ ഒരു പ്രകടനങ്ങളെല്ലാം ഓഫ് കോഴ്സ് തീർച്ചയായും പിക്ഡ് ബൈ ദി പാരറ്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം കുറേ കാലങ്ങളോളം ആര് പറഞ്ഞിരുന്നു? പക്ഷികൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. ആഫ്റ്റർ മെനി റെപ്പിറ്റേഷൻസ് ബൈ സം മെമ്പർ ഓഫ് ദി ഹൗസ് ഹോൾഡ് ഹൂ ഹാഡ് ടേക്കൻ ഓൺ ദി ടാസ്ക് ഓഫ് ടീച്ചിങ് ദ ബേർഡ് ടു ടോക്ക്. ആഫ്റ്റർ മെനി റെപ്പിറ്റേഷൻസ് ഒരുപാട് ആവർത്തനങ്ങൾക്ക് ശേഷം. റിപ്പീറ്റ് വെർബാണ്, അതിൻ്റെ നൗണാണ് റെപ്പിറ്റേഷൻ, ആവർത്തനം. ബൈ സം മെമ്പർ ഓഫ് ദി ഹൗസ് ഹോൾഡ് വീട്ടിലെ ഏതെങ്കിലും ചില മെമ്പറുകൾ, ഏതെങ്കിലും അംഗങ്ങൾ എന്ത് ചെയ്യും? അതിനെ ആവർത്തിച്ച് പഠിപ്പിക്കും. ഹു ഹാഡ് ടേക്കൻ ഓൺ ദി ടാസ്ക് അവരെന്താക്കിയിട്ടുണ്ടാവും? ഈ ഒരു ടാസ്കിനെ ഏറ്റെടുത്തിട്ടുണ്ടാവും, ഈ ഒരു ജോലി, ജോലി ഓഫ് ടീച്ചിങ് ദി ബേർഡ് ടു ടോക്ക് പക്ഷിയെ പഠിപ്പിക്കുന്ന ജോലി ഏറ്റെടുത്ത ആരെങ്കിലും നിരവധി തവണ ആവർത്തിച്ച് പഠിപ്പിച്ചതിന് ശേഷം ഈ ഒരു പ്രകടനങ്ങളൊക്കെ പക്ഷികൾ പറയൽ സാധാരണയായിരുന്നു. ബട്ട് അവർ പാരന്റ് റെഫ്യൂസ്ഡ് ടു ടോക്ക് പക്ഷെ നമ്മുടെ ഈ തത്ത റെഫ്യൂസ്ഡ് നിരാകരിക്കുന്നു, ടു ടോക്ക് എന്താക്കാൻ? സംസാരിക്കുന്നേ ഇല്ല. റെഫ്യൂസ് പറഞ്ഞെങ്കിൽ നിരാകരിക്കുക. He had been bought by Aunt Ruby from a bird catcher who would visited all the houses on our road selling caged birds ranging from colorful budgerians to chirpy little munyas and even common sparrows that had been dabbed with paint and passed off as some exotic species. He had been bought by ഈ പക്ഷിയെ കൊണ്ടുവരപ്പെട്ടു. ബൈ പറഞ്ഞെങ്കിൽ വാങ്ങുക. ബൈ എൻ്റെ പാസ്റ്റാണ് ബോട്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ബോട്ട്. കൊണ്ടുവരപ്പെട്ടു, ബ്രിങ്ങലി കൊണ്ടുവരിക, ബ്രോട്ട് ബൈ ബോട്ട്. ബൈ ഓൺ റൂബിയാണ് കൊണ്ടുവന്നത്. ആരിൽ നിന്ന്? ഓൺ റൂബിയാണ് വാങ്ങിയത്. ഫ്രം എ ബേർഡ് ക്യാച്ചർ ഒരു പക്ഷിപിടുത്തക്കാരനിൽ നിന്ന്. ഹൂ വുഡ് വിസിറ്റഡ് ആ പക്ഷിപിടുത്തക്കാരൻ സന്ദർശിക്കുമായിരുന്നു ഓൾ ദി ഹൗസസ് ഓൺ അവർ റോഡ് നമ്മുടെ റോഡിലുള്ള എല്ലാ വീടുകളിലും. അതായത് വിൽപ്പനക്കാരനിൽ നിന്നാണ് ആൻഡ് റൂബി ഇത് വാങ്ങിയത്. സെല്ലിംഗ് കേജ്ഡ് ബേർഡ്സ് അയാൾ കൂട്ടിലാകപ്പെട്ട പക്ഷികളെ വിറ്റിരുന്നു. റേഞ്ചിങ് ഫ്രം വ്യത്യസ്തമായ കളർഫുൾ ബജോറിഗേഴ്സ് ഒരിനം പക്ഷി, ഒരിനം വളർത്തു പക്ഷിയാണ് ബജോറിഗർ. അപ്പോൾ ബജോറിഗർ മുതൽ ടു ചേർപ്പി ലിറ്റിൽ മുന്യാസ് ഭംഗിയുള്ള ചെറിയ മുന്യ, അത് വേറൊരു പക്ഷിയാണ്.
ചെറിയ പക്ഷികൾ വരെയുള്ള വ്യത്യസ്തങ്ങളായ ചെറിയ പക്ഷികൾ ആരെ വിറ്റിരുന്നു. അയാളിൽ നിന്നാണ് ആൻഡ് റൂബി ഇത് വാങ്ങിയത്. ആൻഡ് ഈവൻ കോമൺ സ്പാരോസ്, പൊതുവായ പ്രാവുകളെയും വിറ്റിരുന്നു. ദാറ്റ് ഹാഡ് ബീൻ ഡാബ്ഡ് വിത്ത് പെയിൻറ്റ്, അവകൾക്ക് എന്താ പെയിൻറ്റുകൾ തേക്കപ്പെട്ടിരുന്നു. ഡാബ് പറഞ്ഞെങ്കിൽ എന്ത്, ബ്രഷ് ചെയ്യുക, ബ്രഷ് തേക്കുക, ഡാബ് തേക്കുക, പെയിൻറ്റ് തേച്ചിരുന്നു. ആൻഡ് പാസ്ഡ് ഓഫ് സം എക്സോട്ടിക് സ്പീഷീസ്, നല്ല എക്സോട്ടിക് അല്ലെങ്കിൽ വിദേശീയമായ ഇനങ്ങളായിട്ട്, സ്പീഷീസ് വർഗം, ഇനം, സ്പീഷീസ് വിദേശീയമായ അല്ലെങ്കിൽ വിചിത്രമായ വർഗ്ഗങ്ങളാക്കി മാറ്റി അതിനെ വിൽക്കുമായിരുന്നു. നെയ്തർ ഗ്രാനി നോർ ഗ്രാൻഡ് ഫാദർ വെർ കീൻ ഓൺ കീപ്പിംഗ് കേജ്ഡ് ബേർഡ്സ് ആസ് പെറ്റ്സ്. നെയ്തർ ഗ്രാനി നോർ ഗ്രാൻഡ് ഫാദർ, എൻ്റെ വല്യപ്പ അതുപോലെ വല്യമ്മ രണ്ടുപേരും വെർ കീൻ എന്തായിരുന്നില്ല, ശ്രദ്ധാലുക്കളായിരുന്നില്ല, താല്പര്യമുള്ളവരായിരുന്നില്ല. ഓൺ കീപ്പിംഗ് കേജ്ഡ് ബേർഡ്സ് ആസ് പെറ്റ്സ്, ഈ കേജ്ഡ് ബേർഡുകളെ വളർത്തുമൃഗങ്ങളായി സൂക്ഷിക്കുന്നതിൽ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ബട്ട് ഓൺ റൂബി ത്രെറ്റൻഡ് ടു ത്രോ എ തന്ത്രം ഇഫ് ഷീ ഡിഡ് നോട്ട് ഗെറ്റ് ഹർ വേ. ബട്ട് ഓൺ റൂബി, പക്ഷെ നമ്മുടെ ഓൺ റൂബി ത്രെറ്റൻഡ് ഭീഷണിപ്പെടുത്തുക, ടു ത്രോ എ തന്ത്രം എന്ത്, ദേഷ്യപ്പെടുമെന്ന്. തന്ത്രം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ തന്ത്രമാണ് എന്ത്, നമ്മളെ ജൽപ്പനങ്ങൾ, എന്ത്, മന്ത്രങ്ങൾ. ഇവിടെ ടാൻഡ്രം എന്ന് പറഞ്ഞെങ്കിൽ കലി, ദേഷ്യം, കോപം, ദേഷ്യപ്പെടും അല്ലെങ്കിൽ പിണങ്ങുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇഫ് ഷീ ഡിഡ് നോട്ട് ഗെറ്റ് ഹർ വേ, അവളുടെ വഴിക്ക് വിട്ടില്ലെങ്കിൽ. ആൻഡ് ഓൺ റൂബീസ് ടാൻഡ്രംസ് വെർ ഡ്രെഡ്ഫുൾ ടു ബി ഹോൾഡ്. അതേപോലെ ഓൺ റൂബിയുടെ ടാൻഡ്രംസ്, അവരുടെ കോപം, വെർ ഡ്രെഡ്ഫുൾ വളരെ ഭീതിജനകമായിരുന്നു. ടു ബിഹോൾഡ് അതിനെ സഹിക്കാൻ. ഓക്കെ, ഡ്രെഡ്ഫുൾ ആണെങ്കിൽ ഫ്രൈറ്റ്ഫുൾ, ഫിയർഫുൾ, നല്ല പേടിപ്പെടുത്തുന്നതായിരുന്നു. എനിവേ, എന്ത് തന്നെയാണെങ്കിലും ഷീ ഇൻസിസ്റ്റഡ് ഓൺ കീപ്പിംഗ് ദി പാരറ്റ് ആൻഡ് ടീച്ചിങ് ഇറ്റ് ടു ടോക്ക്. ഷീ ഇൻസിസ്റ്റ് നിർബന്ധം പിടിച്ചു ഓൺ കീപ്പിംഗ് ദി പാരറ്റ്, എന്തിനാ, തത്തയെ സൂക്ഷിക്കുന്നതിൽ, ആൻഡ് ടീച്ചിങ് ഇറ്റ് ടു ടോക്ക്, അതിനെ സംസാരിക്കാൻ പഠിപ്പിക്കുന്നതിലും. ബട്ട് ദി ബേർഡ് ടുക്ക് ആൻ ഇൻസ്റ്റാൻറ്റ് ഡിസ്ലൈക്ക് ടു മൈ ഓൺ ആൻഡ് റെസിസ്റ്റഡ് ഓൾ ഹെർ ബ്ലാൻഡിഷ്മെൻറ്റ്. പക്ഷേ നമ്മുടെ തത്ത എന്ത് ചെയ്തു, ടുക്ക് ആൻ ഇൻസ്റ്റാൻറ്റ് ഡിസ്ലൈക്ക്. ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ പെട്ടെന്നുള്ള, നിമിഷ നേരത്തിലുള്ള, സ്പോട്ടിലുള്ള. ഡിസ്ലൈക്ക് ആണെങ്കിൽ അതൃപ്തി. ഇൻസ്റ്റാൻറ്റ് ഡിസ്ലൈക്ക് ആണെങ്കിൽ എന്ത്, പെട്ടെന്നുള്ള അല്ലെങ്കിൽ ഉടനെയുള്ള അതൃപ്തി രേഖപ്പെടുത്തുമായിരുന്നു ടു മൈ ആൻഡിനോട്. ആൻഡ് റെസിസ്റ്റഡ്, ആ തത്ത പ്രതിരോധിച്ചു, തടുത്തു നിർത്തി ഓൾ ഹെർ ബ്ലാൻഡിഷ്മെൻറ്റ്, അവളുടെ എല്ലാ ശങ്കാരങ്ങളും. ബ്ലാൻഡിഷ്മെൻറ്റ്, ശങ്കാരങ്ങൾ. കിസ് ഓൺ റൂബി വുഡ് coo, putting her face close to the bars of the cage. But the parrot would back away, its beady little eyes getting even smaller with anger at the prospect of being kissed by Aunt Ruby. And on occasion it lunged forward without warning and knocked my aunt's spectacles off her nose. കിസ് ചെയ്യൂ. ഓൺ റൂബി വുഡ് coo. ഓൺ റൂബി എന്ത് ചെയ്യുമായിരുന്നു, വുഡ് coo പറഞ്ഞെങ്കിൽ കൂവുക, പക്ഷിയെ പോലെ കൂവുക. പുട്ടിങ് ഹെർ ഫേസ് ക്ലോസ് ടു ദി ബാർസ് ഓഫ് ദി കേജ്, ആ കേജിൻ്റെ കൂട്ടിൻ്റെ ബാറിൻ്റെ അടുത്തേക്ക് മുഖം വെച്ചുകൊണ്ട്. ബട്ട് ദ പാരറ്റ് വുഡ് ബാക്ക് എവേ, ആ സമയത്ത് പാരറ്റ് എന്താക്കും, ബാക്കോട്ടേ പോകും. ഇറ്റ്സ് ബീഡി ലിറ്റിൽ ഐസ് ഗെറ്റിംഗ് ഈവൻ സ്മോളർ, അതിൻ്റെ ബീഡി അറിഞ്ഞെങ്കിൽ ചെറിയ മണി പോലോത്ത ചെറിയ, നമ്മളെ തസ്ബീമാലിൻ്റെ എല്ലാം മണി ഉണ്ടാവില്ലേ, അതുപോലത്തെ. ബീഡി തന്നെ മണി പോലോത്ത ചെറുത് തന്നെ നോക്കണം. ലിറ്റിൽ ഐസ് ചെറിയ കണ്ണുകൾ. ഗെറ്റിംഗ് ഈവൻ സ്മോളർ ഒന്നും കൂടി ചെറുതായി തോന്നും. വിത്ത് ആങ്കർ ദേഷ്യത്തോടെ. അറ്റ് ദ പ്രോസ്പെക്ട് ഓഫ് ബീങ് കിസ്ഡ്, കിസ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തിനെതിരെ. ബൈ ഓൺ റൂബിയുടെ പ്രോസ്പെക്റ്റ് ഇവിടെ ഉദ്ദേശം അല്ലെങ്കിൽ പ്രതീക്ഷ. ആൻഡ് ഓൺ ഒക്കേഷൻ ഒരു സന്ദർഭത്തിൽ, സന്ദർഭം. ഇറ്റ് ലങ്ഡ് ഫോർവേഡ് മുമ്പിലേക്ക് പറന്നു. വിത്തൗട്ട് വാണിംഗ് ഒരു മുന്നറിയിപ്പുമില്ലാതെ. ആൻഡ് നോക്ക്ഡ് മൈ ഓൺ സ്പെക്ടാക്കിൾസ് ഓഫ് ഹെർ നോസ്. ഇത് എൻ്റെ ഓണ്ടിൻ്റെ സ്പെക്ടാക്കിൾസ് അല്ലെങ്കിൽ ഗ്ലാസ്, കണ്ണടയ്ക്ക് ഒരു കൊത്തു കൊടുത്തു. നോക്കറിനെങ്കിൽ മുട്ടുക അല്ലെങ്കിൽ തട്ടുക. ഓക്കെ, അവിടെ മൂക്കിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന കണ്ണടയുടെ ആ ഫ്രെയിമിന് ഒരു തട്ട് കൊടുത്തു അല്ലെങ്കിൽ ഒരു കൊത്തൽ കൊടുത്തു. നോക്കറിനെങ്കിൽ തട്ടുക അല്ലെങ്കിൽ മുട്ടുക. ആഫ്റ്റർ ദാറ്റ് ഓൺ റൂബി ഗേവ് അപ്പ്
her endearments and became quite hostile towards the poor bird, making faces at it and calling out, can't talk, can't sing, can't dance, and other nasty comments. After that, ഈ സംഭവത്തിന് ശേഷം ഓൺ റൂബി ഗേവ് അപ്പ്, ഓൺ റൂബി ഒഴിവാക്കി, ഗിവ് അപ്പ് പറഞ്ഞെങ്കിൽ ഒഴിവാക്കുക, അതിൻ്റെ പാസ്റ്റാണ് ഗേവ് അപ്പ്, ഗിവൻ അറിയില്ല. ഹർ എൻഡിയർമെൻറ്റ്സ് അവളുടെ വാത്സല്യങ്ങൾ ആൻഡ് ബിക്കേം ക്വൈറ്റ് ഹോസ്റ്റൈൽ എന്ന് മാത്രമല്ല അതെന്തായി ഒരു ശത്രുതാ മനോഭാവത്തിലേക്ക് നീങ്ങി. ഹോസ്റ്റൈൽ ശത്രുത വെക്കൽ, ഹോസ്റ്റൈൽ ഒരു ശത്രുതാ മനോഭാവം ഉണ്ടാകാൻ തുടങ്ങി. ടുവേർഡ്സ് ദി പുവർ ബേർഡ് ഈ പാവം പക്ഷിക്ക് നേരെ. മേക്കിംഗ് ഫേസസ് അറ്റ് ഇറ്റ് അതിന് നേരെ മുഖം ചുളിക്കും. മേക്ക് ഫേസ് ആണെങ്കിൽ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ മുഖം ചുളിക്കുക. ആൻഡ് കോളിംഗ് ഔട്ട് അതിനെ തമാശയാക്കും, അതിനെ വിളിച്ച് ആക്ഷേപിക്കും. കാൺട്ട് ടോക്ക്, കാൺട്ട് സിങ്, കാൺട്ട് ഡാൻസ് സംസാരിക്കാൻ പറ്റുന്നില്ല, പാടാൻ പറ്റുന്നില്ല, നൃത്തം ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഉപകാരമില്ലാത്ത ജീവി എന്ന് വിളിച്ച് കളിയാക്കും. ആൻഡ് അതർ നാസ്റ്റി കമൻറ്റ് എന്ന് മാത്രം മറ്റു ഒരുപാട് വൃത്തികെട്ട കമൻറ്റുകൾ കൊണ്ട് കളിയാക്കുമായിരുന്നു. ഓക്കെ, കമൻറ്റ് ഭാഷ്യങ്ങൾ. നാസ്റ്റി വൃത്തികെട്ട. ഇറ്റ് ഫെൽ അപ്പോൺ മീ then 10 years old to feed the parrot, and it seemed quite happy to receive green chilies and ripe tomatoes from my hands, these delicacies being supplemented by slices of mango, for it was the mango season. This also gave me an opportunity to consume a couple of mangoes while feeding the parrot. It fell upon me, ഇത് എനിക്ക് തോന്നി. fell upon me ഇവിടെ എനിക്ക് തോന്നുക. ദെൻ 10 years old ആ 10 വയസ്സ് കാലത്ത് ടു ഫീഡ് ദി പാരറ്റ് തത്തയെ ഫീഡ് ഭക്ഷണം നൽകുക, തീറ്റിപ്പിക്കുക, ഫീഡ് പാസ്റ്റ് ഫെഡ്. ആൻഡ് ഇറ്റ് സീംഡ് ക്വൈറ്റ് ഹാപ്പി എനിക്ക് തോന്നി. ഇറ്റ് സീംഡ് ക്വൈറ്റ് ഹാപ്പി വളരെ സന്തോഷമുള്ളതായി തോന്നി. ആർക്ക്? തത്തക്ക്. ടു റിസീവ് ഗ്രീൻ ചില്ലീസ് ഈ പച്ച മുളകുകളൊക്കെ സ്വീകരിക്കുന്നതിൽ. ആൻഡ് റൈപ്പ് ടൊമാറ്റോസ് നല്ല പാകമായ ടൊമാറ്റോ അത് തക്കാളികൾ സ്വീകരിക്കുന്നതിൽ. ഫ്രം മൈ ഹാൻഡ്സ് എൻ്റെ കൈകളിൽ നിന്ന്. ദീസ് ഡെലിഗസീസ് ബീങ് സപ്ലിമെൻറ്റഡ് ഈ വിശിഷ്ടമായ ആഹാരങ്ങൾ. ഡെലിഗസി പറഞ്ഞെങ്കിൽ ഡെലിഗസി എന്ന് പറഞ്ഞെങ്കിൽ വിശിഷ്ടമായ ആഹാരം, വിശിഷ്ട ഭോജനം. ഈ പ്രത്യേകമായ ആഹാരം ബീങ് സപ്ലിമെൻറ്റഡ് ബൈ സ്ലൈസസ് ഓഫ് മാംഗോ എന്തും ചേർക്കപ്പെട്ടിരുന്നു. സപ്ലിമെൻറ്റഡ് ഇവിടെ ചേർക്കപ്പെടുക. സാധാരണ സപ്ലിമെൻ്റ് പറഞ്ഞെങ്കിൽ സപ്ലിമെൻ്റ് അത് വെർബായിട്ട് പറയുമ്പോൾ ബാക്കിയുള്ള ഭാഗം ചേർക്കുക. നൗണായിട്ട് പറയുമ്പോൾ അവശിഷ്ട ഭാഗം എന്നൊക്കെയാണ്. ഇവിടെ ചേർക്കുക. ബൈ സ്ലൈസസ് ഓഫ് മാംഗോ മാങ്ങയുടെ കഷ്ണങ്ങളും. ഫോർ ഇറ്റ് വാസ് ദെൻ മാംഗോ സീസൺ അന്ന് മാമ്പഴക്കാലമായതിനാൽ. ദിസ് ആൾസോ ഗേവ് മീ ഇതെനിക്ക് നൽകി an opportunity ഒരു അവസരം നൽകി ടു കൺസ്യൂം പറഞ്ഞെങ്കിൽ ആഹരിക്കുക, കഴിക്കുക. എ കപ്പിൾ ഓഫ് മാംഗോസ് ഒരുപാട് മാങ്ങകൾ. കപ്പിള് ശരിക്കും അർത്ഥം ജോഡി എന്നാണ്, കപ്പിൾ എന്നറിയില്ല. പക്ഷേ ഇവിടെ കപ്പിൾ ഓഫ് മാംഗോ പറഞ്ഞാൽ ഒരുപാട് മാങ്ങകൾ, ഒരുപാട് ജോഡി മാങ്ങകൾ, ഒരുപാട് മാങ്ങകൾ കഴിക്കാനുള്ള ഒരു അവസരം നൽകി. വൈൽ ഫീഡിങ് ദി പാരറ്റ് ഈ തത്തക്ക് കൊടുക്കുന്ന സമയത്ത്. വൺ ആഫ്റ്റർനൂൺ ഒരു വൈകുന്നേരം. വൈൽ എവ്രി വൺ വാസ് ഇൻഡോസ് എൻജോയിങ് എ സേസ്റ്റ എല്ലാവരും ഇൻഡോസ് ഉള്ളിലിരുന്നു കൊണ്ട് എന്താസ്വദിക്കുകയായിരുന്നു? ഒരു സേസ്റ്റ പറഞ്ഞെങ്കിൽ ഉച്ച ഉറക്കം, കൈലൂലത്ത് എന്നൊക്കെ പറയുന്നില്ല, അതാണ് ഉച്ച ഉറക്കിൻ്റെ സമയത്ത്. ഐ ഗേവ് ദി പാരറ്റ് ഇറ്റ്സ് ലഞ്ച് ഞാൻ പാരറ്റിന് അതിൻ്റെ ലഞ്ച് കൊടുത്തു. ആൻഡ് ദെൻ ഡെലിബറേറ്റ്ലി മനഃപൂർവ്വം ലെഫ്റ്റ് ദ കേജ് ഡോർ ഓപ്പൺ അതിൻ്റെ കൂടിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. സെക്കൻഡ്സ് ലേറ്റർ നിമിഷങ്ങൾക്കകം തന്നെ ദ ബേർഡ് വാസ് വിങ്ങിങ് ഇറ്റ്സ് വേ ടു ദി ഫ്രീഡം ഓഫ് ദി മാംഗോ ഓർക്കാഡ് പക്ഷി എന്തായി അതിൻ്റെ ചിറക് വിരിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ മാമ്പഴത്തിൻ്റെ ഒരു ഉദ്യാനത്തിലേക്ക് പറന്നകുന്നു. ഓർച്ചാർഡ് ആണെങ്കിൽ ഉദ്യാനം, തോട്ടം. അറ്റ് ദ സെയിം ടൈം ഗ്രാൻഡ് ഫാദർ കെയിം ടു ദ വരാന്ത ആൻഡ് റിമാർക്ക്ഡ് ഐ സീ യുവർ ഓൺ പാരറ്റ് ഹാസ് എസ്കേപ്പ്. ഓക്കെ,